സർക്കാരിന്റെ വികസന നേട്ടങ്ങളുമായി എന്റെ കേരളം പ്രദർശന വിപണനമേള വയനാട് ഇന്ന് ആരംഭിക്കും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗവും ഇന്ന് നടക്കും. വയനാട്ടിലെ വിവിധ മേഖലകളുടെ പ്രതിനിധികളായിരിക്കും ജില്ലാതല യോഗത്തിൽ പങ്കെടുക്കുക. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷമായ എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് ഇന്ന് തിരിതെളിയും. പരിപാടിയുടെ ഭാഗമായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം ഇന്ന് രാവിലെ 10:30 മുതൽ 12:30 വരെ കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കും. ജില്ലയിലെ വിവിധ മേഖലയിൽ നിന്നുള്ള പ്രത്യേക ക്ഷണിതാക്കളായ 500 വ്യക്തികളെ മുഖ്യമന്ത്രി നേരിൽ കണ്ട് സംവദിക്കും. പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു അധ്യക്ഷത വഹിക്കും. പരിപാടിയിൽ പരൂർക്കുന്ന് പുനരധിവാസ മേഖലയിൽ പട്ടികവർഗ വികസന വകുപ്പ് ഭൂരഹിതരായ 123 പട്ടികവർഗ കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ മുഖ്യമന്ത്രി കൈമാറും. സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ, ട്രേഡ് യൂണിയൻ തൊഴിലാളി പ്രതിനിധികൾ, യുവജനത, സാംസ്കാരിക കായിക രംഗത്തെ പ്രതിഭകൾ, പ്രൊഫഷണലുകൾ, വ്യവസായികൾ, പ്രവാസികൾ, സമുദായ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് പ്രദർശന വിപണന മേളയ്ക്കായി കൽപ്പറ്റ SKMJ സ്കൂളിൽ ഒരുക്കിയ പവലിയൻ ഉദ്ഘാടനം 1 മണിക്ക് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു നിർവഹിക്കും. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ, വിപണന സ്റ്റാളുകൾ, സെമിനാറുകൾ, കലാസാംസ്കാരിക പരിപാടികൾ, ഭക്ഷ്യ പുസ്തകമേള, കാർഷിക പ്രദർശനം എന്നിവ നടക്കും. രാവിലെ 10:30 മണിക്ക് ഈ പരിപാടിയോടനുബന്ധിച്ച് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ചർച്ചയും ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. അതിനുശേഷം നാളെ വൈകിട്ട് 6 മണിക്ക് ഈ ഓഡിറ്റോറിയത്തിൽ ഈ മേള നടക്കുന്ന ഈ സ്ഥലത്ത് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന നമ്മുടെ മേള ഉദ്ഘാടനം ചെയ്യും. മേള നഗരിയിൽ 2500 ചതുരശ്ര അടിയിൽ IPRDയുടെ തീം പവലിയൻ ഒരുക്കും. സ്റ്റാർട്ടപ്പ് മിഷൻ, പൊതുമരാമത്ത് വകുപ്പ്, ടൂറിസം, കിഫ്ബി, കായിക വകുപ്പുകളുടെ പവലിയനുകൾക്ക് പ്രത്യേകം ഇടമുണ്ടാകും. മിനി തിയേറ്റർ, പോലീസ് വകുപ്പിന്റെ ഡോഗ് ഷോ, കാരവൻ ടൂറിസം, മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രദർശനങ്ങളും സജ്ജമാക്കുന്നുണ്ട്. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ കലാകാരന്മാരുടെ ലൈവ് ഡെമോൺസ്ട്രേഷനും മേളയിൽ ഒരുക്കും. കൈരളി ന്യൂസ്, വയനാട്.